അതിർത്തി സുരക്ഷാ നിയമങ്ങളെ കാറ്റിൽ പറത്തി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഹൈബ്രിഡ് വൈദ്യുതി നിലയം നിർമ്മിക്കാൻ ഗൗതം അദാനിക്ക് മോദി സർക്കാരിന്റെ അനുമതി. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ ഗൗതം അദാനി നിർമ്മിക്കുന്ന ശുദ്ധ ഊർജ പദ്ധതിയായ ഖാവ്ഡ പ്ലാന്റിനായി അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ഇളവു ചെയ്തതായി ബ്രിട്ടീഷ് പത്രമായ ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാൻ അതിർത്തിയിൽ മാത്രമല്ല, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമർ, നേപ്പാൾ എന്നീ രാജ്യങ്ങളോട് ചേർന്നുള്ള അതിർത്തികളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെയും ബാധിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഇളവു ചെയ്തത്. ലോകത്തെ ഏറ്റവും വലിയ ശുദ്ധ ഊർജ പദ്ധതിയായ ഖാവ്ഡ പ്ലാന്റിനായാണ് ഈ ഇളവുകൾ കേന്ദ്ര സർക്കാർ വരുത്തിയത്. തീരുമാനത്തിനെതിരെ സൈന്യത്തിനുള്ളിൽ നിന്നുയർന്ന ആശങ്കകളും വിദഗ്ധ അഭിപ്രായങ്ങളും വകവെക്കാതെയാണ് മോദി സർക്കാർ ഈ നീക്കം നടത്തിയതെന്നും ദ ഗാർഡിയന്റെ റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. അതിർത്തിയിലെ തന്ത്രപ്രധാനമായ 445 ഏക്കർ ഭൂമിയാണ് ഗുജറാത്ത് സർക്കാർ വൈദ്യുതി നിലയത്തിൽ എന്ന പേരിൽ അദാനി ഗ്രൂപ്പിന് നൽകിയിട്ടുള്ളത്. ദേശീയ പ്രതിരോധ ചട്ടം ഇന്ത്യ പാക് അതിർത്തിയിൽ 10 കിലോമീറ്റർ ദൂരത്തിൽ വരെ നിർമ്മാണങ്ങൾ അനുവദിച്ചിരുന്നില്ല. നിലവിലുള്ള ഗ്രാമങ്ങളും റോഡുകളുമേ പാടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിർത്തിയിൽ നിന്ന് വെറും 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് ഏക്കർ കണക്കിന് ഭൂമിയിൽ സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുള്ളത്. 2 കിലോമീറ്റർ ദൂരത്തിൽ കൂറ്റൻ കാറ്റാടികളുമുണ്ട്. അദാനിക്ക് വേണ്ടി നിയമങ്ങളിൽ ഇളവ് വരുത്താൻ BJPയുടെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് സർക്കാർ ഉന്നതങ്ങളിൽ സ്വാധീനം ചെലുത്തി. ഖാവ്ഡ പ്ലാന്റിന്റെ കാര്യം പ്രതിരോധ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് 2023 ഏപ്രിലിൽ ഗുജറാത്ത് സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്ത് നൽകി. ഗുജറാത്ത് സർക്കാരിന്റെ സോളാർ പദ്ധതികൾ ചർച്ച ചെയ്യാൻ ഏപ്രിൽ 21 ഡൽഹിയിൽ രഹസ്യ യോഗം ചേർന്നു. മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലും ഗുജറാത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പുനരുപയോഗ ഊർജ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളുമാണ് അതിൽ പങ്കെടുത്തത്. റാൻ ഓഫ് കച്ചിൽ സോളാർ പാനലുകളും കാറ്റാടി യന്ത്രങ്ങളും സ്ഥാപിക്കുന്നത് യുദ്ധസമയങ്ങളിൽ ടാങ്കുകളുടെ നീക്കത്തെ ബാധിക്കുമെന്ന ആശങ്ക യോഗത്തിൽ ഉയർന്നിരുന്നു. എന്നാൽ പാനലുകൾ ശത്രു ടാങ്കുകളുടെ നീക്കം തടയുമെന്നാണ് അദാനി ഗ്രൂപ്പ് പറഞ്ഞത്. സോളാർ പാനലുകളുടെ വലിപ്പം ക്രമീകരിക്കണമെന്ന സൈനിക വിദഗ്ധർ ആവശ്യപ്പെട്ടു. എന്നാൽ സാമ്പത്തികമായി ലാഭകരമല്ലെന്ന കാരണം പറഞ്ഞ ഈ നിർദ്ദേശവും അദാനി ഗ്രൂപ്പ് തള്ളി. അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ സോളാർ പാനലുകൾ നിർമ്മിക്കാൻ സമവായമുണ്ടാക്കിയാണ് യോഗം അവസാനിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യോഗം നടക്കുമ്പോൾ പാകിസ്ഥാൻ അടുത്തുള്ള 230 ചതുരശ്ര കിലോമീറ്റർ ഭൂമി സർക്കാർ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷനാണ് SECI അനുവദിച്ചിരുന്നത്. യോഗശേഷം ഗുജറാത്ത് സർക്കാർ ഭൂമി തിരികെ വാങ്ങി. ലേലത്തിൽ പങ്കെടുത്ത സർക്കാർ സ്ഥാപനങ്ങളെ മറികടന്ന് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പാട്ടേലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഓഗസ്റ്റിൽ ഭൂമി അദാനി ഗ്രൂപ്പിന് നൽകി. സുരക്ഷാ മാർഗരേഖയിൽ ഉണ്ടായ മാറ്റം SECI അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഇന്ത്യൻ അതിർത്തികളിലെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തുന്ന വിവരം 2023 മെയ് 8 മോദി സർക്കാർ എല്ലാ മന്ത്രാലയങ്ങളെയും ഔദ്യോഗികമായി അറിയിച്ചു. നിലവിൽ 445 ചതുരശ്ര കിലോമീറ്റർ ഭൂമി അദാനിയുടെ കയ്യിലാണ്. ഇവിടെ 30 ഗിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. ദ ഗാർഡിയൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ കോൺഗ്രസ് മോദി സർക്കാരിനെ കടന്നാക്രമിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ബിസിനസ് താല്പര്യം ദേശസുരക്ഷയേക്കാൾ പ്രധാനമാണോ എന്ന് ദ ഗാർഡിയൻ റിപ്പോർട്ട് പങ്കുവച്ചുകൊണ്ട് മോദി സർക്കാരിനോട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ചോദിച്ചു. BJPയുടെ കപട ദേശീയത ഒരിക്കൽ കൂടി മറനീക്കിയിരിക്കുകയാണെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തി. അതേസമയം സോളാർ പദ്ധതിക്ക് വേണ്ടി ഇന്ത്യൻ അധികാരികൾക്ക് കോടികളുടെ കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ച് കഴിഞ്ഞ വർഷം നവംബറിൽ US സർക്കാർ അദാനിക്ക് മേൽ വഞ്ചനാക്കുറ്റം ചുമത്തിയ കേസ് ഇതോടെ വീണ്ടും ചർച്ചയാവുകയാണ്.